വാട്ടർ അതോറിറ്റിയുടെ ഇലക്ട്രിസിറ്റിയുടെ ചില കേസുകൾ അതിനോട്ടത്തിലായി പോയി. താൻ വന്നേ. വക്കീലിനെ കാത്തു നിൽക്കുന്നിടയിൽ ഇവളോട് ഓരോന്ന് മിണ്ടിയും പറഞ്ഞ് ഞങ്ങൾ ഇനി പിരിയണ്ടെന്ന് തീരുമാനിച്ചു. ഈ കാണുന്ന പോലെ അത്ര നല്ല ആളൊന്നും അല്ല. ഞാനും അതെ. ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ, ഇനിയും ഒരു ചാൻസ് കിട്ടൂലേ? ഇനി എന്താലോചിക്കും? വക്കീലിന്റെ ഒരു തമാശ. എന്റെ ഒരു അവസ്ഥ അതും പോയി. സാറേ, വെള്ളരിക്കയ്ക്ക് വില കൂടി എന്ന് പറഞ്ഞു, നേരാണോ സാറേ? അല്ല, വെള്ളരിക്കയ്ക്ക് വില കൂടി എന്ന് കേട്ടു. താരുമാരി ആളെ കളിയാക്കല്ലേ? സാറിന്റെ വീട്ടിലേക്കുള്ള പച്ചക്കറിയൊക്കെ സാറാണല്ലോ വാങ്ങുന്നത്, അപ്പൊ പിന്നെ അറിയാലോ. ഭർത്താക്കന്മാർക്ക് വീട്ടു ജോലി ചെയ്താൽ എന്താണോ കുഴപ്പം? ഭർത്താക്കന്മാർക്ക് ഒരു ജോലി, ഭാര്യമാർക്ക് വേറൊരു ജോലി എന്നൊക്കെ ഉണ്ടോ? ഇല്ലല്ലോ. ഞാൻ പച്ചക്കറി വാങ്ങും, പാചകം ചെയ്യും, അതെന്റെ മഹത്വം. പക്ഷേ സാറിന്റെ ഭാര്യയുടെ ഭാഗ്യം ഒന്നാണ് ഇവിടെ അടക്കം പറച്ചില്. സാറിന് ഭാര്യ പേടിയാണല്ലോ. ഭാര്യ സഹായിക്കുന്ന നല്ലത് തന്നെ സാറേ. എക്സ്ക്യൂസ് മീ. നെക്ടൈ ഈ അളവിൽ അടിച്ചാ മതി കേട്ടോ. ഒരു വെള്ളരിക്കയ്ക്ക് വക്കീൽ കോട്ടിന്റെ നെക്ക് ഡോക്ക് അളവ് പറഞ്ഞു കൊടുക്കായിരുന്നു. പ്ലീസ് കമൻ മാഡം. ഇരിക്കും മാഡം. താങ്ക്സ്. ആനി, ഒരു ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ വന്നതാ. വെരി ഗുഡ്. വിവാഹത്തിന്റെ ഏറ്റവും സുന്ദരമായ വശമാണ് വിവാഹമോചനം. ഇറുകിയ ഷൂ കാലം നഴിച്ചു മാറ്റുമ്പോൾ ഒരു സുഖമില്ലേ, അതാണ് മോചനത്തിന്റെ ആനന്ദം. പറയൂ മാഡം, വാട്ട് ഈസ് ദി എക്സാക്ട് പ്രോബ്ലം? സീംസ് ടു ജെറി, എന്റെ ഹസ്ബൻഡ് വളരെ അരഗന്റാ. പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയല്ല, കല്യാണം കഴിഞ്ഞ അന്ന് തുടങ്ങിയതാ. ഫസ്റ്റ് നൈറ്റിൽ തന്നെ ഞാൻ പേര് വിളിച്ചതിന് അയാളെന്റെ കവള തൊറ്റാടി. ഓ മൈ ഗോഡ്, അവനാണ് ആണ്. എനിക്ക് ഇത്ര ഷോപ്പിംഗ് ക്രേസ് ഉണ്ട്. ഞാൻ ഓവറായിട്ട് ഇത്ര ഷോപ്പിംഗ് നടത്തിയ അന്ന് തെരുവിളിയാ. ദിവസോ മദ്യപിക്കും. സിനിമയിൽ ക്യാമറാമാന്. സെറ്റിലൊക്കെ വഴക്കുണ്ടാക്കി സിനിമ പകുതിയാകുമ്പോ പ്രോജക്റ്റ് വിട്ടിട്ട് പോകും. എന്നും യാത്രയോട് യാത്ര. ഉത്തരവാദിത്വം എന്ന് പറയുന്നതേ ഇല്ല. അടുത്ത ജന്മം അയാളായി ജനിച്ചെങ്കിൽ. ഇപ്പോ അന്യ സ്ത്രീകളുമായിട്ട് അടുപ്പുണ്ടോന്ന് വരെ എനിക്ക് ഡൗട്ടാ. എനിക്കിത് സഹിക്കാൻ പറ്റില്ല. ഐ വോണ്ട് ഡിവോഴ്സ്. പിന്നെന്താ, ഡിവോഴ്സ് വാങ്ങിത്തരാം. ആള് സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കട്ടെ. എന്താ? അതല്ല, എന്താ പേര് പറഞ്ഞ? മിസ് ആനി. ആനി, നിങ്ങളുടെ മാരേജ് ഡീറ്റെയിൽസ് രമേശിന് കൊടുത്തേക്കൂ. പിന്നെ കേസിന് ശക്തി കൂട്ടാൻ കൃത്യമായ തെളിവുകൾ വേണം, സാക്ഷികളും വേണം. അത് ഞാൻ ഇവിടെ നിന്ന് സംഘടിപ്പിച്ചു തരാം. വെരി ഗുഡ്. രമേശ്, കളക്ട് ഡീറ്റെയിൽസ്. ഓക്കെ സർ. മിസ്റ്റർ ജെറി, പുരുഷന് അഹങ്കാരം പാടില്ല. സ്ത്രീ പുരുഷന്റെ അടിമയല്ല. ഏത് പുരുഷനും സ്ത്രീയുടെ വയറ്റിൽ 10 മാസം കിടന്നിട്ടാ പുറത്തോട്ട് വരുന്നത്. കറക്റ്റ് മാഡം. അതുപോലെ ഏത് സ്ത്രീയും പുരുഷനോട് കിടന്നിട്ടാ. ഒന്നുമില്ല മാഡം, പൊയ്ക്കോളൂ. ഭാര്യയെ അടിമയാക്കി നിർത്തുന്നവനാണ് യഥാർത്ഥ ഭർത്താവ്. സർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഗോവിന്ദ് സാറിന്റെ ഡോക്യുമെന്റ്സാ. അമ്മേ മഹാമായേ, പറയൂ ജെറി. ഹൗസിംഗ് ലോണിന്റെ അഡ്രസ് ചേഞ്ച് നോട്ടറി കൊണ്ട് അറ്റസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുക. അവനെവിടെ? ഗോവിന്ദ് ഉരുളുവാ ഇന്നും. 3 പ്രദക്ഷിണം കഴിഞ്ഞു, ഇനി 4 കൂടിയേ ഉള്ളൂ. ആരാ വിളിക്കണേ? ജെറിയാ, ജെറിയേ, എന്നെ ചുറ്റിക്കാടാ. നീ പിന്നെ വിളിക്കേ. മിണ്ടിക്കൂടാ. കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? പാടില്ല, ഫലം പോവും. എന്റെ മലം പോവും. ഇങ്ങോട്ടല്ല അങ്ങോട്ട്. എങ്ങോട്ടാലും ഉരുണ്ടാ പോരെ. ഇവോട് പൊറുക്കണേ. പറയൂ ജെറി. അല്ല അഭിരാമി, അപ്പൊ മിനിഞ്ഞാന്നുണ്ടത്? അത് ശിവന്റെ അമ്പലത്തിലല്ലേ. അത് ഭർത്താവിന്റെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാ. ഇത് കുടുംബത്തിന്റെ ടോട്ടൽ ഐശ്വര്യത്തിന് വേണ്ടിട്ടാ. ചെറിയ ഉരുണ്ടിട്ടുണ്ടോ? പള്ളിയിലായാലും ഉരുൾച്ച നല്ലതാ. ഗോവിന്ദേട്ടന്റെ ഉയർച്ചയ്ക്കൊക്കെ കാരണം ഈ പ്രദക്ഷിണം ചെയ്യലും ഈശ്വരവിശ്വാസവും കാവടിയെടുക്കലും ശിവലംഘത്തിലും ഒക്കെയാണ്. എന്തിനാ ഓർഡർ? ആനയ്ക്ക് പദവളയോ? ആനയ്ക്കല്ല, അല്പം വഴി തരൂ. ശരി ശരി, അവനോട് വൈകിട്ട് ഓഫീസിൽ വരാൻ പറ. അതോ വൈകിട്ട് ഉണ്ടോ ഉരുൾച്ച? ഇല്ലല്ല, ഇന്ന് വൈകിട്ട് ആനന്ദവല്ലീശ്വരത്ത് ഭജനയാ. മരിച്ചുപോയ എന്റെ മുത്തച്ഛന്റെ നേർച്ചയാ. അവിടുത്തെ പ്രസാദച്ചോറ് കേമാ. നേതിച്ചോറുമായിട്ട് വൈകിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മേ മഹാമായേ. കർത്താവേ, ദൈവപുത്ര. ഇയാൾക്ക് ഇത്ര മര്യാദയില്ലേ? അമ്പലത്തിൽ നിൽക്കുമ്പോഴാണോ ഫോൺ ചെയ്യുന്നത്? അയ്യോ, എന്റെ ഭർത്താവിനെ കണ്ടോ? ആരാ കുട്ടിയുടെ ഭർത്താവ്? അതിപ്പോ ഉരുണ്ടിട്ട് ഒരാളെന്ന് നിക്കണോ? നാരായണ ഭഗവാനെ രക്ഷിക്കണം. അയ്യേ, അങ്ങനത്തെ ഉരുണ്ടിട്ടല്ല. ഈ ശയന പ്രദർശനം വെച്ച ഉരുളില്ലേ? ഓ, ശയന പ്രദർശനം. ദാ വരുന്നതാണോ? ഇത്ര പെട്ടെന്ന് ചുറ്റി വന്നോ?
നിത്യാഭ്യാസി ആനെ ചുമക്കൊന്നുമില്ല അഭിരാമി. ഇല്ല, എന്തോ കള്ളത്തരം കാണിച്ചു. കള്ളത്തരം കാണിക്കേ. സത്യമായിട്ട് ഞാൻ മുഴുവൻ ഉരുണ്ടത് വേണമെങ്കിൽ കേട്ടോ, ഞാൻ കണ്ടതാ. ഇയാള് നിത്യം ഉരുളുന്നോണ്ട് അമ്പലത്തിലെ നടപ്പാതെ ഇപ്പൊ കഴുകണ്ട. കണ്ടാബി കളിയാക്കിട്ട് പോണ കണ്ട. എന്നെ ഇപ്പൊ നാട്ടുകാര് മുരളി ഗോവിന്ദൻ എന്നല്ല വിളിക്കണേ, ഉരുളി ഗോവിന്ദൻ. അതെ, ഈ നേർച്ചയൊക്കെ സന്തോഷത്തോടെ വേണം ചെയ്യാൻ. ഞാനൊന്ന് ചോദിക്കട്ടെ, എന്തിനു വേണ്ടിട്ടാ ഈ ഉരുൾച്ച? ഇത് തന്നെ എല്ലാരും ചോദിക്കണം, എന്തിനു വേണ്ടിട്ടാണ് ഈ ഉരുളിച്ചാന്ന്. നമുക്ക് നല്ലൊരു കുഞ്ഞുണ്ടാവണം, അതിനു വേണ്ടിട്ടല്ലേ? അഭിരാമി അതിന് ഇവിടെ കിടന്നല്ലേ ഉരുളേണ്ടത്. വാ നമുക്ക് വീട്ടിൽ പോയിട്ട് ഉരുള. ഉരുളട്ടെ, ഉരുളും.